പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഈ പ്രഭാതത്തിന് അങ്ങ് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങയുടെ മക്കൾക്ക് കഴിഞ്ഞതിനെ ഓർത്ത് അവരങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും എത്രയോ മനുഷ്യർ ഭയങ്കര ഭക്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത്. അങ്ങയുടെ വലതുകരം അവരുടെ ശിരസിൽ ഇപ്പം വെക്കണം. കർത്താവേ, അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും ത്വക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ. മാതാവേ, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണെന്ന് ഞങ്ങൾ സ്വയം തിരിച്ചറിയുന്ന അമ്മേ. കർത്താവ് കേസിൽപ്പെട്ടിരിക്കുന്നവർ എൻ്റെ ഈശോയുടെ ഉന്നതമായ നാം നിങ്ങൾ ആസ്വദിക്കുന്നു. പല ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് പുരോഗമനം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിലെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ
സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങളെ, ഇന്നത്തെ മുഴുവൻ ചിന്തകളെ, ഇന്നത്തെ മുഴുവൻ ഇടപാടുകളെ, ഇന്നത്തെ മുഴുവൻ കയ്യൊപ്പുകളെ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകളെ, ഇന്നത്തെ മുഴുവനും മെയിൽ സെൻഡിങ് കർത്താവിന്റെ നാമത്തെ ആസ്വദിക്കും. ഇത്രയും പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. നമ്മളെന്ത് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയിലും നമ്മൾ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജ്യമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത്. ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം വലുതായിരിക്കും എന്നല്ലേ പറയുന്നില്ലേ? അപ്പൊ സ്വർഗസ്ഥമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുവിശേഷത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് അറിയാവില്ല, സുവിശേഷ ജീവിതത്തിന്റെ. അതുകൊണ്ടാണ് ആ ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വക്രതയില്ലാത്ത, കൗടില്യമില്ലാത്ത, കാപട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ്. എൻ്റെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യമില്ല. പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ള ആള്. എന്താ കാര്യം എന്ന് പറയാം, അവർക്ക് 16 വയസ്സാ. അപ്പോൾ അവർ പറഞ്ഞു ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത്. ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത്. അവരത് വിശ്വസിച്ചു. അതാണ് അവർ ദൈവത്തെ ഗർഭം ധരിച്ചത്. വിശ്വാസവും ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധതയാണ്. എന്താണ് ഇപ്പം നമ്മുടെ ക്യാൻസർ 4ാം സ്റ്റേജ്, ഡോക്ടർ പറഞ്ഞ് അറിയിക്കാൻ പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ളവർ പറയും ക്യാൻസർ പറഞ്ഞാൽ അത് കർത്താവ് എൻ്റെ താഴെയല്ലേ അത് എന്നാണ് ഹൃദയശുദ്ധത. അപ്പോൾ കേട്ടൊക്കെ വിചാരിക്കും വട്ടാണെന്ന് പറയും. അങ്ങനെയല്ല, ദൈവം സമസ്തവൻ്റെ പാദത്തിൻ്റെ കീഴാക്കിയിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ്, വിശ്വാസം വരണത് ഹൃദയശുദ്ധതയിൽ നിന്നാണ് വിശ്വാസം വരണത്. അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഹൃദയശുദ്ധതയുടെ അടിസ്ഥാനത്തില് സങ്കീർണത ഒഴിവാക്കി വക്രത ഒഴിവാക്കി ബുദ്ധിപരമായ ഇടപെടൽ ഒഴിവാക്കി ദൈവത്തിൽ വിശ്വസിക്കുവാൻ വിശ്വസിക്കുന്നത് നടക്കുമെന്ന് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് ജീവിതം സുവിശേഷ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു ഹൃദയശുദ്ധത എനിക്ക് ലഭിക്കുവാൻ അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കൊടുക്കുവാൻ എന്നെ ഒരുക്കണമേ. ആത്മാവിന്റെ ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച തിരുകുമാരനും കോടാനുകോടി അനുഗ്രഹങ്ങൾ. എനിക്ക് ഇവിടെ പറയാനുള്ളത് നിരവധി സാക്ഷ്യങ്ങളുണ്ട്. മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത്, എൻ്റെ പേര് മഹേഷ് എന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ്. ഇത് എൻ്റെ അമ്മയാണ്. ഇത് എൻ്റെ സഹോദരിയാണ്. സഹോദരിയുടെ പേര് മഞ്ജുഷ എന്നും അമ്മയുടെ പേര് പ്രസന്നകുമാരി എന്നാണ്. തിരുകുമാരനും പരിശുദ്ധ മാതാവും എൻ്റെ കുടുംബത്തിനും എന്നെയും ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു UP സ്കൂൾ അസിസ്റ്റൻ്റായിട്ട് ആദ്യമായി ജോലി പ്രവേശിച്ചത്. 8 വർഷത്തോളം അവിടെ എനിക്ക് കഴിയേണ്ടി വന്നു. വളരെയധികം യാത്രകളും ബുദ്ധിമുട്ടുകളും എനിക്ക് ഒരുപാട് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ആണ് സമ്മാനിച്ചത്. എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായി. 16/9/2023 ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അന്ന് തൊട്ട് ഞാൻ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമായി നിയോഗങ്ങൾ വെച്ചു. അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ നിയോഗത്തിൽ എനിക്ക് ആദ്യത്തെ എൻ്റെ അനുഗ്രഹം നേടിത്തന്നു. എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയുണ്ടായി. ആ ട്രാൻസ്ഫറിൽ വർഷങ്ങളായി ട്രാൻസ്ഫർ നടക്കാതിരിക്കുകയായിരുന്നു. ആ വർഷം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ട്രാൻസ്ഫർ നടക്കുകയും എനിക്ക് ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെയും മലപ്പുറം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒരു ട്രാൻസ്ഫർ നടന്നിട്ടില്ല. മാതാവ് ഇടപെട്ടാണ് എനിക്ക് ആ ട്രാൻസ്ഫർ നേടിത്തന്നത്. അതിനുശേഷം ഇതുവരെയും ഇത്രയും കാലമായിട്ടും ഒരു ട്രാൻസ്ഫർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടില്ല. അത് മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനുശേഷം നടന്നത് ഒരു വലിയൊരു അത്ഭുതമാണ് എനിക്ക് സംഭവിച്ചത്. കേറ്ററ്റ് പരീക്ഷ
കേറ്ററ്റ് പരീക്ഷ നിർബന്ധമായിരുന്ന സമയത്ത് അധ്യാപകർക്ക് മാത്രമായൊരു പരീക്ഷ നടത്തി. ആദ്യം 2 പരീക്ഷ ഞാൻ എഴുതിയതും പരാജയപ്പെട്ടു. മൂന്നാമത് അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പരീക്ഷ നടത്തി. ആ പരീക്ഷ ഭയങ്കര പാടായിരുന്നു, നല്ല പ്രയാസമായിരുന്നു. 1% വിജയം മാത്രമാണ് ആ പരീക്ഷയിൽ കേരളത്തിലുണ്ടായത്. 100 പേര് എഴുതിയാൽ ആകെ ഒരാളാണ് പാസ്സായത്. അങ്ങനെ 1% വിജയം. അപ്പം ആ പരീക്ഷ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വിചാരിച്ചതിനെക്കാട്ടിയും 10-20 മാർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതിയത് നീല മേലങ്കയാണ് ഞാൻ എൻ്റെ മാതാവായിരുന്നു എന്ന്. ആ മാതാവായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ, ആൻസറുകളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എഴുതാൻ പോകുന്ന ആൻസറല്ല ഞാൻ കറുപ്പിക്കുന്നത്. ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരെണ്ണം, പക്ഷേ കറുപ്പിക്കുന്നത് വേറൊരെണ്ണം. എൻ്റെ അടുത്ത് നീലങ്കി അണിഞ്ഞ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു. അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എനിക്കിപ്പോഴും അതിൻ്റെ ആ ഞെട്ടൽ വിട്ടുമാറിയില്ല. കാര്യം എങ്ങനെയാണ് ഞാനത് ജയിച്ചത്? മാതാവ് എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. മാതാവ് തിരുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. പിന്നീട് ഉണ്ടായ സന്ദർഭം എന്ന് വെച്ചാൽ, എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാറ് എന്നെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ, പ്രത്യേകിച്ച് കാല് ഒടിവ് സംഭവിച്ചു. നല്ല ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ എന്നെ എന്ത് ചെയ്യുക, മാതാവ് താങ്ങി നിർത്തുകയാണ് ചെയ്തത്. അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മാതാവ് എന്നെ പിന്നോട്ട് വലിക്കുകയായിരുന്നു. നീ പോവരുതെന്ന് പറഞ്ഞിട്ട് പിന്നിലേക്കൊരു വലിവുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും വകവയ്ക്കാതെ പോവുകയും എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയുമാണ് ചെയ്തത്. അപ്പം മാതാവെങ്കിലും എൻ്റെ കൂടെ വന്ന് എനിക്ക് സംഭവിച്ച എന്നെ താങ്ങി എടുക്കുകയാണ് ചെയ്തത്. അല്ലേ, വീണ് തല പൊട്ടാനുള്ള സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മാതാവ് എന്ത് ചെയ്തു, എൻ്റെ ബാഗ് നേരെ എന്ത് ചെയ്തു, തലയുടെ അടിയിലേക്ക് താങ്ങി നിർത്തി എൻ്റെ സംരക്ഷിച്ച് നിർത്തുകയാണ് ചെയ്തത്. കാല് ഒരു ഒടിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒടിവ് സംഭവിച്ചു, വീട്ടിൽ കിടന്നു. വീട്ടിലൊരു 6 മാസത്തോളം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ശമ്പളമില്ല, സാലറി ഒന്നുമില്ല. ആ സമയത്ത് ചിട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ മുടങ്ങി കിടക്കുന്ന സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യും? കാര്യം ചിട്ടികൾ അടവുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? ആ സമയത്ത് മാതാവ് എൻ്റെ കൂടെ നിന്നു. എനിക്ക് ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന ചിട്ടി എനിക്ക് തന്നെ ലഭിക്കുകയും മാതാവ് എന്നെ സഹായിക്കുകയും ചെയ്തു. എനിക്കൊരു അത്ഭുതമായിപ്പോയി. കാര്യം അതുവരെ വീഴാത്ത ചിട്ടി, അല്ലേ, ആ സമയത്ത് തീർത്തും എൻ്റെ വിഷമകരമായ സമയത്ത് മാതാവ് എൻ്റെ കൂടെ നിന്നു ആ ചിട്ടി എനിക്ക് തന്നെ വീഴ്ത്തി തരികയാണ് ചെയ്തത്. അതും എനിക്ക് വളരെ ഒരു അത്ഭുതകരമായിട്ടാണ് തോന്നിയത്. അടുത്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. ഞാൻ 6 മാസത്തോളം ബെഡ് റിഡനായി കിടന്ന സമയത്ത് എന്നെ നാട്ടുകാരെല്ലാം കൂടെ ചുമന്ന് എടുത്തുകൊണ്ട് പോവേണ്ടതാണ് ആശുപത്രികളിൽ. കാലൊടിഞ്ഞ് കിടന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പം ആംബുലൻസ് പോലും വീടിൻ്റെ അടിയിലേക്ക് വരില്ല, വീടിനടുത്തേക്ക് എത്താത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, മാതാവ് കൂടെ നിന്നു. അല്ലേ, എനിക്കൊരു വീട് വയ്ക്കണം, അല്ലേ, നല്ല വഴിയുള്ള സ്ഥലത്ത് നല്ലൊരു വീട് വയ്ക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരുപാട് തർക്കങ്ങൾ വന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഞാൻ ആ വസ്തുവിൽ കൊണ്ടിട്ട് ദിവസേന പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിവിടെ ഒരു വീട് വയ്ക്കാൻ അങ്ങ് സഹായിക്കണേ. അങ്ങേക്ക് ഞാൻ എൻ്റെ ഒരു മുറി ഞാൻ അങ്ങേക്ക് മാത്രമായിട്ട് തരുന്നുണ്ട്. അല്ലെ, അങ്ങേ വീടിൻ്റെ പേര് ഞാൻ കൃപാസനം എന്ന് തന്നെ ഇടാം, അല്ലേ എന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് എല്ലാ പ്രയാസങ്ങളും നീക്കി തന്നു. ഇപ്പോൾ വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാവ് വളരെയധികം സഹായിക്കും. മാതാവ് കൂടെ തന്നെ ഉണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അത് മാതാവ് എന്നെ വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഇന്ന് തന്നെ എനിക്ക് മാതാവ് ഒരു അത്ഭുതം തന്നു. ഒരു അഹങ്കാരമാണോയെന്നറിയില്ല. ഞാൻ ഇതിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോടൊന്ന് ചോദിച്ചു, അല്ലേ, എനിക്ക് മാതാവിനെ ഒന്ന് എടുക്കണം. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അഹങ്കാരമാണോയെന്നറിയില്ല. അപ്പം ഇവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് നേരെ ഉള്ള ആൾത്താരിലേക്ക് ചെന്നു. എനിക്ക് സാധാരണയായി എടുക്കാൻ കിട്ടുന്ന മുത്തുകുടയും അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെയാണ് കിട്ടുന്നത്. അല്ലേ, മാതാവിനോട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, മാതാവേ ഞാൻ ഒന്ന് എടുത്തോട്ടെ, ഒന്ന് നിന്ന് തരുമെന്ന് ചോദിച്ചു. മാതാവ് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. മാതാവ് പറഞ്ഞു, നീ എന്നെ എടുത്തോ. അല്ലേ, ഇന്നെനിക്ക് മാതാവിനെ എടുക്കാനും പറ്റി. കുറേ സമയം മാതാവിനെ എന്ത് ചെയ്യാൻ പറ്റി, കയ്യിൽ വയ്ക്കാനും കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ ആരാധന സ്ഥലത്തേക്ക്, പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആരാധന സ്ഥലത്തേക്ക് കൊണ്ടുവരാനും അവിടെ കുറേ നേരം മാതാവിനെ മതിയാവോളം കയ്യിൽ ഏറ്റുവാങ്ങി വയ്ക്കാനും എനിക്ക് സാധിച്ചു. അതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇത്രയും നാൾ സാധിക്കാത്തൊരാഗ്രഹം. അല്ല, എന്ന് ഞാൻ പറയും, മാതാവ് ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട്, വരുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ മാതാവ് ഇന്ന് എനിക്ക് അതിനുള്ള അനുവാദം തരികയും മാതാവിനെ എനിക്ക് ഒന്നെടുക്കാൻ അനുവാദം തന്നു. അങ്ങനെ ഞാൻ മാതാവിനെ എടുത്തു. അപ്പം അതും എനിക്കെന്താണ്, മാതാവിനോട് ഇന്ന് ഉണ്ടായൊരു അനുഭവമാണ്. അപ്പം മാതാവ് എനിക്കിന്ന് നിന്ന് തരികയാണ് ചെയ്തത്, നീ എന്നെ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പം അതും എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പം ഇത്രയും നല്ലൊരു മാതാവല്ലേ, മാതാവിനെ എങ്ങനെയാണ് വിടുക, അല്ലേ? അപ്പം മാതാവ് മൊത്തം ഇണങ്ങിയും പിണങ്ങിയും ഇനിയുള്ള കാലം മുഴുവനും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലേ? മാതാവ് എല്ലാ കാര്യത്തിനും, മാതാവ് എൻ്റെ മുന്നിലോ പിന്നിലോ അല്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്.
അല്ലേ നിത്യമേന ഓരോ ഉടമ്പടിയിലും മാതാവ് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഓരോരോ കാര്യങ്ങൾ സാധിച്ചു തരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് സാധിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉടമ്പടി പറയുമ്പോഴും ഞാനിപ്പം 6ാമത്തെ ഉടമ്പടിയാണ് ഇവിടെ പുതുക്കിയത്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ മാതാവേ ഞാനൊന്ന് എടുത്തോട്ടെ, അതും എനിക്ക് സാധിച്ചു തന്നു. അപ്പം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ കരുണാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. കരുണാലയങ്ങൾ, വീടിനടുത്ത് കരുണാലയങ്ങളുണ്ട്, അവിടെ സ്ഥിരമായിട്ട് സന്ദർശിക്കാറുണ്ട്. അവർക്ക് വേണ്ടത് എന്താണ്, ആ വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്കത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു അധ്യാപകനാണ്, ഞാൻ UP സ്കൂൾ അധ്യാപകനാണ്. സ്വന്തം കുട്ടികളെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് പഠനോപകരണങ്ങൾ വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം ഞാൻ കൂട്ടാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കാറുണ്ട്. മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചിട്ട് അവർക്ക് ഭക്ഷണ പൊതികളായിരുന്നാലും അവർക്ക് പൈസ ആണെങ്കിൽ എന്താണെന്ന് ചില ആവശ്യങ്ങളൊക്കെ അവർക്ക് സാധിച്ചു കൊടുക്കാറുണ്ട്. പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് പത്രങ്ങൾ കൊടുക്കുകയും അത് വായിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതിനൊക്കെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. അവരും ഉടമ്പടി എടുത്ത് എന്നോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു നിലമുണ്ട്, അത് ഒന്ന് നികത്തി കിട്ടണം, വളരെ ആഗ്രഹമായിരുന്നു. അതൊന്ന് നികത്തി കിട്ടണം, അതിനുള്ള അനുമതിയെല്ലാം വാങ്ങിച്ചായിരുന്നു. അത് 30 വർഷമായി അത് ഒന്ന് നികത്തി കിട്ടാനായിട്ട്. പക്ഷേ ഇങ്ങനെ പാടമായിട്ട് തന്നെ കിടക്കുകയാണ്. ചുറ്റുപാടുമുള്ള കൃഷികളൊക്കെ കൈവിട്ടു. പക്ഷേ നമ്മുടെ പാടം മാത്രം അത് നികത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉടമ്പടി തൈലും അതിൽ ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. മാതാവ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ പ്രയാസങ്ങൾ മാതാവ് നേരിട്ട് കളക്ടറേറ്റിൽ തന്നെ ഇടപെട്ടു. കളക്ടറേറ്റിൽ തന്നെ ഇടപെട്ട് ഫയലുകളൊക്കെ വേഗത്തിൽ നീക്കുകയും ധാരാളം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സമയത്താണ് എൻ്റെ ഫയൽ മാതാവ് പൊക്കിയെടുത്ത് ഫ്രണ്ട് വെച്ചത്. പൊക്കിയെടുത്ത് ഫ്രണ്ട് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു, മാതാവ് അതിനുള്ള ഉത്തരവടിച്ച് കൈ തരയാണ്. അല്ലേ, വില്ലേജ് ഓഫീസറോടൊന്ന് നമ്മളൊന്ന് പറയേണ്ട താമസമാണ്. വന്ന് നോക്കി, കൃഷി ഓഫീസർ വന്ന് നോക്കി, വളരെ വേഗത്തിൽ തന്നെ അത് ഫയൽ റെഡിയാക്കി എന്ത് ചെയ്തു, അത് നികത്താനുള്ള അനുമതി കിട്ടുകയും അത് നമുക്ക് ഒരു തടസ്സവുമില്ലാതെ നികത്താൻ കഴിയുകയും ചെയ്തു. ഇത്രയധികം കാരുണ്യങ്ങൾ, ഇത്രയധികം കാര്യങ്ങൾ എന്നെ സഹായിച്ച കാരുണ്യങ്ങൾ നിരവധി വർഷിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല മാതാവിനെയും തിരുകുമാരനെയുമാണ് എനിക്ക് കിട്ടിയത്. അല്ലേ, ആ തിരുകുമാരൻ്റെ മാതാവിനെയും ഞാൻ എങ്ങനെ കോടാനുകോടി നന്ദിയും പറയണം മാതാവിനോടും തിരുകുമാരനോടും. 119 സങ്കീർത്തനം 71 തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. മഹേഷും കുടുംബവും പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസന അൾത്താരയിൽ വന്നുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി വലിയ വലിയ അത്ഭുതങ്ങളുടെ ഒരു വലിയ വിവരണമാണ് നമ്മോട് പങ്കുവച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ വലിയ ജീവിത സങ്കടങ്ങൾ, ജീവിത ഭാരങ്ങളാണ് ലഘൂകരിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തെന്നാണ് മഹേഷ് ഇവിടെ ഏറ്റുപറയുന്നത്. ഈ 3 പേരും, ഈ കുടുംബത്തിലെ 3 അംഗങ്ങളും എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. എല്ലാവരും ഒരേ നിയോഗം വെച്ച് പരിശുദ്ധാത്മാവിനെയും ഈശോയെയും പരിശുദ്ധ അമ്മയെയും ത്രിത്വത്തെയും ഒരുപോലെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ള വലിയ സ്നേഹാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും അവർക്ക് ലഭിക്കുകയുണ്ടായി എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് പറയുകയുണ്ടായി, 30 വർഷമായിട്ടുണ്ടായിരുന്നൊരു വലിയ ജീവിത പ്രശ്നമായിരുന്നു അവരുടെ നിലഭൂമി കരഭൂമിയാക്കി കിട്ടിയത്. ഒട്ടും തന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ പ്രയാസമില്ലാതെ അധികാരികൾ അദ്ദേഹത്തിന് അത് ഒപ്പിട്ട് കൊടുക്കുവാനും അത് ശരിയാക്കി കൊടുക്കുവാനുമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അവർക്ക് സാധിച്ചു. അതുപോലെ അദ്ദേഹം ഒരു UP സ്കൂൾ ടീച്ചറാണ്. മലപ്പുറത്തു നിന്നുള്ള തിരുവനന്തപുരത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അവിടെ നിന്ന് ആർക്കും ട്രാൻസ്ഫർ ലഭിച്ചിരുന്നില്ല. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വർഷങ്ങളോളം സാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചു കിട്ടുകയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഒരു വലിയ സങ്കടമായിരുന്നു. 6 മാസത്തെ സാലറിയില്ല, ലീവിലാണ്. പക്ഷേ അദ്ദേഹത്തിന് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടി പാസ്സാക്കി കൊടുത്തു. ഇങ്ങനെ എല്ലായിടത്തും പരിശുദ്ധ അവർക്ക് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനും അമ്മയും ഈശോയും ഇണങ്ങിയും പിണങ്ങിയുമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അമ്മ, പരിശുദ്ധ അമ്മയും ഈശോയും അവരുടെ കുടുംബാംഗങ്ങളായ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും, വീടില്ലെങ്കിലും വഴിയില്ലെങ്കിലും എല്ലാം അമ്മയാണ് നമുക്കെല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത്. ഈശോ എൻ്റെ രക്ഷകനാണെന്ന് നാം എവിടെയെല്ലാം ഏറ്റുപറയുന്നുവോ ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. മഹേഷിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു നന്ദി പറഞ്ഞ് കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം ഈശോയ്ക്കും അമ്മ. എൻ്റെ പേര് ബെൻസി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എന്നെ ഈ തിരുസന്നിധിയിൽ നിർത്താൻ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എടുത്തത് 23/10/2023
എനിക്ക് 3 വർഷമായി ജോലിയില്ലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് വഴിയൊരുക്കി തന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അത് സാലറി വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഞാനല്ലേ നിനക്ക് ഈ ജോലി എന്നത്, നീ ധൈര്യമായി ആ ഓഫർ സൈൻ ഇടാൻ പറഞ്ഞു. ഞാനങ്ങനെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ആ ഓഫർ ലെറ്റർ സൈൻ ഇട്ടു. പിന്നീട് എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും 12/5/2025 ആയപ്പോൾ വന്നു. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ, അതായത് ലാസ്റ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഏജൻസിയിൽ നിന്ന് തന്നില്ല. അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, അത് ഞങ്ങൾ അയച്ചു തന്നേക്കാം. പക്ഷേ സൗദി റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ വളരെ ഭാരത്തോടെ അതവർ പറഞ്ഞ ശേഷം അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ അൾത്താരയിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പോകാനുള്ള സമയമായി. എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കൊണ്ടു തരണം. 10/5/2025 അമ്മ മാതാവ് അത് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ 12/5/25 എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, സാലറി വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇരുന്നൊരു സ്ത്രീയോട് ചോദിച്ചു, അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് സാലറി കുറവാണ്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് തോന്നുന്നില്ല, ഓൾറെഡി നീ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് 91 സങ്കീർത്തനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ആ ഫിനാൻസ് മാനേജറിൻ്റെ മുമ്പിൽ വിശുദ്ധ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ സാലറി അവർ ഡബിളായി തന്നു. ഇത് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാലറിയിലെ ചെറിയൊരു സമ്പാദ്യം അമ്മയുടെ കാണിക്കയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയുടെ സിസ്റ്ററിനും വിസ അടിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സൗദി റൂൾ അനുസരിച്ച് അപ്പനും അമ്മയും സൗദിയിലുണ്ടെങ്കിൽ അപ്പന് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ എംബസി അറ്റസ്റ്റേഷൻ ഇല്ല. വളരെ ഭാരത്തോടെ ഞാനിവിടെ ഇരുന്നു. എൻ്റെ ഹസ്ബൻഡ് റിയാദിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പോയി. അവർ പറഞ്ഞു, ചെയ്യില്ല, ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെ ചെയ്യണം. ഇന്ത്യൻ എംബസി പോയിട്ട് വരണമെങ്കിൽ അത് 1 മാസം എടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് പോകാം, ദൈവം നമ്മളെ സഹായിക്കും, അമ്മ മാതാവ് വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരാളിനെയും കൊണ്ട് എടുത്ത് ഞങ്ങൾ ആ ഓഫീസിൽ ചെന്നു. അപ്പം അവിടെ ഇരുന്ന കുറേ പേര് ഞങ്ങൾ പറഞ്ഞു, ടോക്കൺ എടുക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വളരെ ഉയരം, അതിനു മുമ്പ് ഞാൻ ആ പോകുന്ന വഴിയിൽ അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും കേൾക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടായ വിസകൾ മാതാവിൻ്റെ നാമത്തിൽ അടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ശിമിയോൻ്റെ പ്രവചനം, അമ്മയുടെ ഹൃദയത്തിലുള്ളൊരു വാൾ കടന്നു കയറുമെന്ന് ആ പ്രവചനം ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ തന്നെ വന്ന് അടിക്കണം, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഞാൻ അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ നമ്പർ 90, നിങ്ങളുടെ നമ്പർ 93 ഈ 90 എന്നുള്ള നമ്പർ നിങ്ങളെടുത്തു, എനിക്ക് നിങ്ങളുടെ നമ്പർ നിങ്ങൾ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, ഈ നമ്പറിനെ കൊണ്ട് എൻ്റെ നമ്പർ കൊണ്ട് എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ ഈ 90 നമ്പർ കാണിച്ച് കയറിപ്പാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യനോട് എന്തോ സംസാരിച്ചു. ആ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. പിന്നീടും കയറി വന്നു, ഒന്ന് തലയുയർത്തി എന്നെ നോക്കി കടന്നുപോയി. ആ സൗദിയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തൊട്ട് മുമ്പിലിരുന്നവരുടെ വരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇല്ലയെന്ന് പറഞ്ഞവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒറിജിനൽ വേണ്ട, നിൻ്റെ സിറോക്സ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സിറോക്സ് അവരെ കൊടുത്തു. ആ സ്ത്രീ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളറ് ചാര നിറമായിരുന്നു. വളരെ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. അതെൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആ വിസ അടിക്കേണ്ടതെന്ന്. അങ്ങനെ അവർ ഞങ്ങളോട് സാലറി സർട്ടിഫിക്കറ്റ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞങ്ങൾ വളരെ ദൂരത്തിലാണ്, കമ്പനിയിൽ പോയി ഹസ്ബൻഡിന് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സൗദി തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഗോസി എന്നൊരു ആപ്പുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും. അക്കോർഡിംഗ് ടു സൗദി റൂൾ 4500 റിയാലിന് എബോ ഉള്ളവർക്ക് മാത്രമേ ഡിപ്പെൻഡൻറ്റ് വിസ അടിക്കുകയുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി വളരെ കുറവാണ്. ഞങ്ങൾ ഗോസി എന്ന ആപ്പ് തുറന്നു, സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ ആ ഫോൺ മായ്ച്ചതും വന്ന സാലറി സർട്ടിഫിക്കറ്റ് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അയാൾ ചോദിച്ചു, മകളുടെ പേര് സാറ എന്നല്ലേ, നിൻ്റെ മകളുടെ വിസ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നിങ്ങൾക്ക് ബോംബെയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ എൻ്റെ ആൻറ്റി, അതായത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ സിസ്റ്ററാണ്. സൗദി റൂൾ അനുസരിച്ച് പേരൻസിനെയോ ഫാദറിലെയോ മദറിലെയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയുടെ സിസ്റ്റർ വിധവയാണ്. കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ വിസ അടിക്കാറില്ല. ഞാൻ നാട്ടിൽ വന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ആ വിസ അമ്മ അടിച്ചു തരണം. നവംബർ 6 മുമ്പ് അമ്മ അടിക്കണം. നവംബർ 5 ആ വിസ സൗദിയിൽ നിന്ന് അടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ VFSC പോയപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ അടിച്ചു, ഈ വിസ അമ്മ തന്നെ അടിക്കണം. ഞാൻ ആ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് VFSC ഇരിക്കുന്നതെന്ന്. ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സിസ്റ്റർ ആയതുകൊണ്ട് വിസ അടിക്കില്ല, നിൻ്റെ അമ്മയുടെ പാസ്പോർട്ടിലെയും നിൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ പാസ്പോർട്ടിലെയും മദർ ആൻഡ് ഫാദറിനെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ നീ ആ വിസ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിലല്ല, എൻ്റെ അപ്പനും അമ്മയും പ്രോസസ്സ് ഇത് ചെയ്തു തരും. കാരണം എൻ്റെ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ റിസ്കിൽ ഞാൻ ആ സൈനിട്ട് മാതാവിൻ്റെ ഈശോയുടെയും പ്രാർത്ഥിച്ച് ഞാൻ ആ വിസ വിട്ടു. നവംബർ 15 എൻ്റെ ആൻറ്റിയുടെ വിസയും പാസ്പോർട്ടും ഞാൻ റിസീവ് ചെയ്തു. ഞങ്ങൾ 25 പോവുകയാണ്. ആ വിസയും പാസ്പോർട്ടും മാതാവിനെ കാണിക്കാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ സൗദിയിൽ വളരെ പാടാണ് ഒരു വാടക ഭവനം കിട്ടാൻ. ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ 26,000 റിയാലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് അത്രയും പൈസ കൊടുത്ത് ഒരു ഭവനം വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ വളരെ വാടക കുറഞ്ഞൊരു ഭവനം അമ്മ എനിക്ക് ഒരുക്കി തരണം. അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് എന്നെ ഒരാളെ അമ്മ എന്നും കാണിച്ചു തരും. അതെനിക്ക് ആരാന്നറിയത്തില്ല. എന്നും ഞാൻ പോകുന്ന വഴിയിൽ അയാളുടെ മുഖം എൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വഴി അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭവനമുണ്ട്, ചേച്ചി ഒന്ന് പോയി നോക്കാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ എന്നും എനിക്ക് കാണിച്ചു തന്ന മുഖമുള്ള ആ ആളുടെ ഭവനമായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അതും വളരെ കുറഞ്ഞ വാടകയിൽ അമ്മ മാതാവ് ആ ഭവനം എനിക്ക് ഒരുക്കി തന്നു. അതിന് ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ RCCയിൽ ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ ആരെന്നെ വിളിച്ച് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമ്പാദ്യം ഞാൻ കൊടുക്കും. ക്യാൻസർ രോഗികൾക്കെന്ന് മാത്രമല്ല, ആര് കുറേയധികം ബുദ്ധിമുട്ടുന്നോ എന്നോട് എന്താവശ്യപ്പെട്ടാലും പൈസ കൊണ്ടായാലും ആഹാരം കൊണ്ടായാലും എന്നെക്കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക്, അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠന പുസ്തകങ്ങളും ഉപകരണങ്ങളും വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി ശരിക്കും ഒരു ഫയറാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതേ ഉള്ളൂ. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. നിരവധി തവണ മാതാവിൻ്റെ രൂപവും റോസാപ്പൂവും തിരുഹൃദയവും ഒക്കെ അമ്മ എനിക്ക് ആ മെഴുകുതിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സൗദിയിൽ എനിക്ക് പത്രമൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് വാങ്ങിച്ച് അവിടെയുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് അവർക്ക് കൊടുക്കും. ആത്മീയമായിട്ട് ബൈബിൾ വചനം കുറേ പഠിക്കുവാനും ബൈബിൾ കൂടുതൽ തവണ വായിക്കുവാനും ഒരുപാട് തവണ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാനും മാതാവ് ഈശോ എനിക്ക് ശക്തി തന്നു. അതേപോലെ തന്നെ എൻ്റെ സാലറി കുറവാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ മാതാവിന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ ആ ഫിനാൻസ് മാനേജറിന് മുമ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിത്തിൻ 5 മിനിറ്റിനുള്ളിലാണ് മാതാവും എനിക്ക് ആ സാലറി കൂട്ടി തന്നത്. എപ്പോഴും എനിക്ക് ബൈബിളിൽ കിട്ടുന്ന വചനമായിരുന്നു, നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. രണ്ടാമത് കിട്ടുന്ന വചനമാണ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സംഭവിച്ച ആശ്ചര്യമാണ്. ശരിക്കും ഒരു ജോലിയില്ലാതെ ഭാരം നിന്നപ്പോഴും ഓരോ കാര്യത്തിനും ഞാൻ വിഷമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ അമ്മ മാതാവ് ഞാൻ ചോദിക്കാത്തതിലായി ഉപരിയായി എൻ്റെ ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ച് ഇവിടെ നിർത്തി. ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ, അമ്മയുടെ പ്രത്യക്ഷണത്തിന് നിരന്തര സാക്ഷിയാക്കി ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിൽ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ബെൻസി തോമസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്ത പോലെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്താണ്. സഹോദരി ഷെയർ ചെയ്തപ്പോൾ എപ്പോഴും ഓരോ കാര്യത്തിന് പോകുമ്പോഴും ഈ മോള് പറയുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനം 91 എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ പ്രാർത്ഥനയെന്ന്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സാം 91:1. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ബെൻസി എന്ന മകളുടെ ജീവിതത്തിൽ 3 വർഷമായി ജോലിയില്ലായിരുന്ന സമയത്ത് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത ഉടനെ അവൾക്കൊരു നല്ല ജോലിയാണ് മാതാവ് ആദ്യമായി സമ്മാനിച്ചത്. സർട്ടിഫിക്കറ്റിനായിട്ട് എംബസിയിലേക്ക് പോകുമ്പോഴും അത് അറ്റസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനോട് പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ മകൾ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോഴതെല്ലാം സാധ്യമായി. 3 ദിവസം മുൻപാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് അവൾക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകി അവളെ അനുഗ്രഹിച്ചത്. കുഞ്ഞിൻ്റെ ആൻറ്റീൻ്റെയും വിസയെ പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ വളരെ പ്രശ്നമായ ബുദ്ധിമുട്ടുള്ളായ സമയത്താണ്
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സ്ത്രീയിലൂടെ. അതും വളരെ ഉയരത്തിലുള്ള ഒരു സ്ത്രീ ചാരത്തിലുള്ള ഡ്രസ്സുമായിട്ട് സൗദിയിൽ ചെന്നത്. സഞ്ചാരി മാതാവ് നമുക്കറിയാം, നമ്മളോട് എപ്പമുള്ള മാതാവാണ്. ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും ആ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഞ്ചാരി മാതാവാണ് ആ സൗദിയിൽ ചെന്ന് ആ ഓഫീസിൽ മോൾക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തി തന്നതെന്ന് ഈ മോള് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അവളുടെ പ്രാർത്ഥന എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഓരോ സമയവും ഓരോ കാര്യത്തിന് പോകുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ് അവിടെ. ഓരോ വചനങ്ങളിലാണ് അധിഷ്ഠിതമാണ് ആ ജീവിതം. ഒരു വ്യക്തി തൻ്റെ ജീവിതം ഉടമ്പടിയുടെ നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വീണ്ടും ആ കുട്ടി പറയുന്നുണ്ട്, വാടകയുടെ കാശ് കൂടുതലായപ്പോഴും അവൾ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് എന്നും ഒരു വ്യക്തിയെ കാണുമായിരുന്നു. അവിടെ മനസ്സിൽ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ വ്യക്തി വീണ്ടും വീണ്ടും കാണുന്നത്. പിന്നീട് അവളെ വാടക വീടിനനുസരിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത്, ആ വ്യക്തിയാണ് പരിശുദ്ധമ്മ കാണിച്ചു തന്നത്. ആ വ്യക്തിയുടെ വീടാണ് അവൾക്ക് വീടും വാടകയ്ക്ക് കിട്ടിയത്. അതും വളരെ കുറച്ച് എമൗണ്ടിലാണ് അതും ലഭിച്ചു തന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വളരെ 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 വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. വിൻസിയുടെ ജീവിതത്തിൽ നിന്ന് സാലറി ഇൻക്രിമെൻറ്റ്, അതും മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പുമാണ് ആ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാരണം. അത് പെട്ടെന്നാണ് അവർ ആ ഉപ്പിട്ട ഉടനെ കിട്ടില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഉപ്പഴ തേച്ച പേപ്പറാണ് സബ്മിറ്റ് ചെയ്തത്. അന്നേരം മാതാവിൻ്റെ സാന്നിധ്യം അവിടെ വർക്ക് ചെയ്തു, സാലറി ഇൻക്രീസ് ചെയ്തു. നമ്മൾ ബെൻസിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു ഉദാഹരണമാണ്. ഉടമ്പടി മക്കളെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കാത്ത അമ്മ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെയാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്